ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കവനദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നതിനാൽ, അതായത് ഭൗതികമായിരിക്കുന്ന ശക്തിക്ക് അടിമയായിക്കൊണ്ട് ഭക്തൻ എല്ലായ്പ്പോഴും അതീന്ദ്രിയ അവസ്ഥയിലാണ്. അതുമല്ല, ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുന്നതിനാൽ അവൻ ഉപയോഗിക്കുന്ന സകലതും ആത്മീയമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ശ്രീധരസ്വാമികൾ നല്ലൊരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. മിഥ്യയെന്ന് ചിലർ കരുതുന്ന ഈ ഭൗതിക ലോകത്ത് തന്നെ അത് തഥ്യയായിട്ട് സദാ പ്രത്യക്ഷപ്പെടുന്ന പരമപുരുഷനെ ഞാൻ ആരാധിക്കുന്നു. ഭൗതിക ലോകത്തിൽ മിഥ്യത്വം എന്ന് പറയുന്നത് സങ്കല്പം തന്നെ അജ്ഞത മൂലമാണ് ഉണ്ടാകുന്നത്. എന്നാൽ കൃഷ്ണ അവബോധമുള്ളവർ എല്ലാറ്റിലും പരമപുരുഷനെയാണ് ദർശിക്കുന്നത്. സർവം ഖില്ലിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ് എന്ന വേദസൂത്രത്തിൽ യഥാർത്ഥ സാക്ഷാത്കാരമാണിത്. ഇനി ഭൗതിക ലോകത്ത് ജീവിക്കുന്നവർക്ക്, സാധാരണ മനുഷ്യർക്ക് രജോ ഗുണാടിസ്ഥാനമായിട്ടാണ് മനുഷ്യരെല്ലാവരും ജനിച്ചു വളരുന്നതും. എന്തൊക്കെ ഉയർച്ച ഉണ്ടായാലും താഴ്ച ഉണ്ടായാലും ഒക്കെ രജോ ഗുണപ്രധാനമാണ്. തമസ്സിനെ ആശ്രയിച്ചുകൊണ്ട്, ഇല്ലേ, തമസ്സിൻ്റെ പിടി നിന്ന് പൂർണ്ണമായിട്ട് വിടാതെ രജോ ഗുണത്തിൽ അടിസ്ഥാനമായിട്ട് ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന മനുഷ്യര് എത്രയൊക്കെ പറഞ്ഞാലും ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് വിഷമമാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നതൊന്നും ഇല്ല, നമ്മുടെ ശരീരം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ നല്ല അങ്ങേറ്റം ആത്മീയ തലത്തിലേക്ക്, അത്രമാത്രം ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ദേഹബോധത്തെ വിട്ട് ദേഹബോധത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതുവരെ ഈ ഭൗതിക പ്രപഞ്ചമില്ലേ, പ്രത്യക്ഷ പ്രപഞ്ചം സത്യമാണെന്ന് തന്നെ നമ്മൾ ധരിക്കൂ. എത്രയൊക്കെ ഉപദേശം കിട്ടിയാലും വേദാന്തം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്നതാണെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് സാധ്യമല്ല. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരല്ലേ, പ്രായോഗിക തലത്തിൽ ആ ഒരു സങ്കല്പം പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പം എന്താ വേണ്ടത്? ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നോ അതെല്ലാം ഈശ്വരനായിട്ട് കൃഷ്ണാവബോധത്തിൽ നിലനിർത്തിയാൽ മതി. അതാണ് പറയുന്നത്. കൃഷ്ണ അവബോധമുള്ളവർ എല്ലാറ്റിലും പരമപുരുഷനെയാണ് ദർശിക്കുന്നത്. സർവം ഖില്ലിതം ബ്രഹ്മ, എല്ലാത്തിലും ഈശ്വരൻ തന്നെ വസിക്കുന്നത് എന്ന് ഉറപ്പിച്ചു തരുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഭഗവാൻ തന്നെയാണ് വസിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നോ എന്തൊക്കെ അനുഭവിച്ചറിയുന്നോ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെ എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കണ്ടാൽ മതി. അങ്ങനെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാതെ ഈ നേരെ മുമ്പിൽ കണ്ടത് ഇല്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് ഉറപ്പിക്കാൻ കുറച്ച് വിഷമാ. എല്ലായിടത്തും ഈശ്വരനാണെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അത് ഒന്നിലൂടെ കണ്ട് എല്ലാത്തിലും കാണാൻ സാധിച്ചാൽ അതാണ് സർവ ഈശ്വരത്വം എന്ന് പറയുന്നത്. എല്ലാം ഈശ്വര സർവഭൂതാനാം ഹൃദയശോ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനേന്ദ്രാരൂഢാനി മായ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ. ഈശാവാസ്യം ഇതം സർവം എന്ന് ഉപനിഷത്തും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തെ പറ്റി നമുക്ക് ഇല്ല എന്നുള്ള ബോധം ഉണർത്താൻ കുറച്ച് വിഷമമാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുക. വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു, ഭഗവാനെ അല്പബുദ്ധികൾ ആത്മസാക്ഷാത്കാരത്തിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു. എന്നാൽ പൂർണ്ണമായിട്ട് നിർമ്മല ഭക്തനാകാത്തിടത്തോളം കാലം ഭൗതിക മാലിന്യങ്ങൾ അകന്ന് പരിശുദ്ധനായി തീരാനോ ജനന മരണങ്ങളുടെ ആവർത്തി ചക്രത്തിന് വിരാമമിടാനോ ഉള്ള അവസരം ലഭിക്കുന്നില്ല എന്നതാണ് നേര്. പ്രിയപ്പെട്ട ഭഗവാനെ, സർവവും അവിടുത്തെ വിഭിന്ന ശക്തികളാൽ വലയം കൊള്ളുന്നു. വേദങ്ങളിൽ പറയുന്നത് പോലെ അങ്ങ് എല്ലാറ്റിനും താങ്ങായിട്ട് വർത്തിക്കുന്നു. അതിനാൽ ദേവന്മാരും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള സമസ്ത ജീവാത്മാക്കൾക്കും ആലംബവും രക്ഷകനുമാണ് അങ്ങ്. എല്ലാവരെയും അങ്ങ് തുടയ്ക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് കുടികൊള്ളുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാരായ വേരാണ്. അതിനാൽ അചഞ്ചലമായി അവിടുത്തെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ എപ്പോഴും അങ്ങയെ പൂജിക്കുന്നു. ഇത്തരം ഭക്തന്മാർ യഥാർത്ഥത്തിൽ പ്രപഞ്ചമെന്ന മഹാവൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളമൊഴുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഭക്തിയുത സേവനം വഴി ഒരു പരമപുരുഷനെ മാത്രമല്ല
മറ്റുള്ളവരെയും സംതൃപ്തരാക്കുന്നു. എങ്ങനെയെന്നാൽ എല്ലാവരെയും പാലിക്കുന്നതും തുണയ്ക്കുന്നതും അദ്ദേഹമാണല്ലോ. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാകുരമഭ്യം ചന്ദാസ്യസ്യ വർണ്ണാനി യസ്തം വേദസ വേദവൻ. ഒരു മഹാവൃക്ഷമായിട്ട്, അശ്വത്ഥവൃക്ഷമായിട്ട് പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അതിൻ്റെ തായ്വേരുകൾ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മലോകത്തിന് മുകളിലാണ് അതിൻ്റെ തായ്വേരുകൾ എന്നും, അത് ബ്രഹ്മലോകം മുതൽ താഴെ വരെയുള്ള ഈ ഭൂലോകത്തിൽ വന്ന് പടർന്ന് പന്തലിച്ച് വ്യാപിച്ചു നിൽക്കുന്നു എന്ന് ഗീതയിലും പറയുന്നുണ്ട്. അപ്പോൾ കർമ്മബന്ധനങ്ങളാലാണ് അത് ബന്ധിക്കപ്പെടുന്നത്. അതായത് മനുഷ്യലോകമാണ് കൂടുതൽ കർമ്മബന്ധനത്തിൽ ലോകത്തെ വരെ പെടുത്തുന്നത് എന്ന് പറയാം. കാരണം വിശേഷബുദ്ധി ഉണ്ടായിട്ടും ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ രജോ ഗുണപ്രധാനമായിട്ടുള്ള കർമ്മങ്ങളും കണ്ടുപിടുത്തങ്ങളും വികസനങ്ങളും ഒക്കെ നടത്തുമ്പം അത് ഈ കർമ്മബന്ധനങ്ങളായിട്ട് മാറി പടർന്ന് പന്തലിച്ച് ഈ ലോകത്തെ വീണ്ടും സൃഷ്ടിക്കും ഇല്ലെങ്കിൽ പുനർജന്മത്തിനും എല്ലാവർക്കും കാരണമായി ഒരു വിത്ത് പാകുകയാണ് മനുഷ്യൻ ചെയ്യുക എന്നർത്ഥം. പുരുഷന്റെ സർവ്വവ്യാപിത്വം മനസ്സിലാക്കാതെ പ്രപഞ്ചശക്തിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ മായായോഗത്തിൽ ജീവിക്കുന്ന ആ തമസ്സിനെ ജയിക്കാതെ രജോ ഗുണത്തിൽ നിൽക്കുമ്പം അച്ഛതയുടെ മറവിലാണ് പ്രവർത്തിക്കുക. അതേസമയം പുരുഷാർത്ഥങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് തമസ്സിനെ ജയിച്ച് ധർമ്മം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അർത്ഥകാമങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട് സമ്പാദിക്കുന്നതും അത് നേടുന്നതും ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ധർമ്മത്തിന് അനുസരണമായിട്ട് ഉപയോഗിക്കുകയും അങ്ങനെയാണെങ്കിൽ കാലക്രമത്തിൽ ജീവൻ മുക്ത ഭാവത്തിലേക്ക് എത്താനും അഥവാ മോക്ഷമാർഗത്തിലേക്കും അത് വഴിതെളിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ മനുഷ്യൻ ഈ യഥാർത്ഥ ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ട് ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് പുരുഷാർത്ഥങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അത് മോക്ഷത്തിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, അത് കർമ്മബന്ധനത്തിന് കാരണമായി ഭവിക്ക് വീണ്ടും വീണ്ടും ജനിച്ച ബ്രഹ്മലോകം മുതൽ താഴേക്കുള്ളത് വീണ്ടും വീണ്ടും പുനഃസൃഷ്ടിക്കുള്ള കാരണത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വത്തിൻ്റെ ഗുണം അവനെ ശരിക്കും അറിയാവുന്നത് കൊണ്ട് ഭക്തനായിരിക്കുന്ന ഒരാൾക്ക് ഈ ഈശ്വരൻ്റെ സർവ്വവ്യാപ്തിയെക്കുറിച്ച് ശരിക്കും അറിയാവുന്നത് കൊണ്ട് ആ ഭക്തനാണ് ഏറ്റവും വലിയ പ്രായോഗിക മനുഷ്യസ്നേഹിയും ലോക ഉപകാരിയും ആയി മാറുന്നത്. ഇങ്ങനെയുള്ള ഭക്തൻ പൂർണ്ണമായിട്ടും കൃഷ്ണ അവബോധത്തിൽ വ്യാപരിച്ച് ജനന മരണങ്ങളുടെ പുനരാവർത്തി ചക്രത്തെ എളുപ്പം കീഴടക്കുന്നു. മരണത്തിൻ്റെ തലയ്ക്ക് മുകളിൽ അപ്പുറം ചാടുന്നു. ഭക്തൻ ഒരിക്കലും മരണത്തെ അഥവാ ശരീരം മാറ്റത്തെ ഭയപ്പെടുന്നില്ല. അയാളുടെ അവബോധം കൃഷ്ണ അവബോധമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോയാലും ദേഹാന്തരപ്രാപ്തിക്ക് വിധേയനായാലും അയാൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഭരത മഹാരാജാവ് തന്നെ വ്യക്തമായ ഉദാഹരണമാണ്. പിന്നത്തെ ജന്മത്തിൽ അദ്ദേഹം ഒരു മാനായി തീർന്നെങ്കിലും അതിനുശേഷമുള്ള ജന്മത്തിൽ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് മുക്തനായി ദൈവരാജ്യത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് ഭക്തൻ ഒരിക്കലും പരാജിതനാകുന്നില്ല എന്ന് ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുന്നത്. ഭക്തന് ഭഗവത് ധാമത്തിലേക്ക്, അതായത് ആത്മീയ രാജ്യത്തിലേക്ക് പാത ഉറപ്പാണ്. ഒരു ജന്മത്തിൽ വഴുതിപ്പോയാലും കൃഷ്ണ അവബോധത്തിൻ്റെ തുടർച്ച ഭഗവത് ധാമത്തിൽ എത്തുന്നത് വരെ അയാൾ ഉപരി ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. തൻ്റെ വ്യക്തിപരമായ അസ്തിത്വം മാത്രമല്ല ഭക്തൻ വിശുദ്ധമാക്കുന്നത്, അയാളുടെ ഇരുന്നവനും ആത്യന്തികം വിശുദ്ധനായി തീർന്ന് നിഷ്പ്രയാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഭക്തൻ വളരെ എളുപ്പം മരണത്തെ വെല്ലുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അനുയായികളും വിഷമം കൂടാതെ ഇക്കാര്യം സാധിക്കുന്നു. അച്ഛതയുടെ മഹാസാഗരം താണ്ടാനുള്ള അതീന്ദ്രിയ നിർദ്ദേശം കൊണ്ട് മറ്റൊരു വ്യക്തിയെ വൈദ്യുതീകരിക്കുന്ന നിർമ്മല ഭക്തന് കഴിയും. ഭക്തിയുത സേവനം അത്രയ്ക്ക് ശക്തമാണ്. യഥാർത്ഥ കൃഷ്ണ അവബോധത്തോടുകൂടി ഭക്തിമാർഗത്തിലേക്ക് വരുന്നവർ കാലക്രമത്തിൽ അഥവാ ഇടയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ബന്ധനത്തിൽപ്പെട്ടിട്ട് ഈശ്വരനെ മറന്നിട്ട് ജീവിക്കുമ്പം വീണ്ടും ബന്ധനത്തിൽപ്പെടും. അങ്ങനെ മായയിൽപ്പെട്ടിട്ട് ജീവിച്ചാലും ഒരു ജന്മത്തിൽ ഭക്തിയുത സേവനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടാലും അവൻ വീണ്ടും ആ കർമ്മബന്ധനം എന്താണോ നല്ലതോ ചീത്തയോ സുഖമോ ദുഃഖമോ ഉണ്ടാക്കുന്നതായാലും പാപമോ പുണ്യമോ ഉണ്ടായാലും അതിൻ്റെ ഫലത്തെ അനുഭവിച്ചിട്ട് വീണ്ടും ആ ഭക്തിയുത സേവനത്തിലേക്ക് അവൻ്റെ ജന്മവാസന കൊണ്ട് തന്നെ എത്തും എന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് നമേ ഭക്ത പ്രണശതി എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഭക്തിമാർഗത്തിലേക്ക് വരികയില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗതിവിഗതികൾ സംഭവിച്ചാലും അവൻ ഭഗവത് ധാമത്തിൽ എത്തുന്നത് വരെ അതിനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് 2-3 സ്റ്റേജ് കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് 7 സ്റ്റേജാണുള്ളത്. ഇതിൽ 3ഉം 4ഉം 3 വരെയുള്ളത് തീരെ അധപ്പതിച്ച അവസ്ഥയാണ്. അതിൽ നിന്ന് 4ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് കുറച്ച് ഭക്തനായിട്ടും ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ 4 വിധ ഭക്തന്മാരിൽ ഒരാളെങ്കിലും ആകുന്നത്. അതിൽ നിന്നും ഉയർച്ച കിട്ടിയാൽ 5ാമത്തെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സഹായിക്കാനുള്ള എല്ലാവിധ പ്രകൃതി സംവിധാനവും ഈശ്വരൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിച്ച് യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഭഗവത് ധാമത്തിലേക്ക് എത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് അന്വേഷണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭക്തനെ സഹായിക്കാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും ഭഗവാൻ തന്നെ ചെയ്തു തരും. ഒരു ചുവട് വെച്ചാൽ 4 ചുവട് ഭഗവാനെ കഴിപ്പിക്കുക. അത് ഏത് തരത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, ഏത് ജന്മത്തിലാണ് എന്നൊന്നും പറയണ്ട. അതനുസരിച്ചുള്ള ഗുരുക്കന്മാരെയും മഹാത്മാക്കളെയും ഒക്കെ ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ പടിയും കടത്തി ആ ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഭഗവാന്റെ സംവിധാനത്തിൽ തന്നെ, ഈശ്വര നിയമങ്ങളിൽ തന്നെ, ഈ പരിപാലന വ്യവസ്ഥയിൽ തന്നെയുണ്ട്. മനുഷ്യന് മാത്രമാണ് ഈ അപ്ഗ്രേഡേഷൻ കിട്ടി. ഏതെങ്കിലും വിധത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ട് തീരെ അധപ്പതിച്ച ഭരതനെ പോലെയോ അല്ലെ ജയവിജയന്മാരെ പോലെയൊക്കെ അധപ്പതിക്കാനിടാവുന്നാലും അവരെയൊക്കെ വീണ്ടും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച് വേണ്ടി വന്നാൽ അവതാരമെടുത്ത് തന്നെ വരും എന്ന് നമുക്ക് പുരാണ കഥകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്തൻ ശിഷ്യന് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഈ ഭക്തിമാർഗത്തിലേക്ക് വരുന്നവരുടെ ഡ്യൂട്ടിയാണ് ആ മാർഗത്തിലേക്ക് ചരിക്കുന്ന നമ്മുടെ കൂടെയുള്ള സജ്ജനങ്ങളെ കൂടി അവർക്ക് മാർഗദർശനം കൊടുക്കുകയും അവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തി അവരുടെ സംശയങ്ങൾ തീർത്ത് യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭക്തൻ്റെ ഡ്യൂട്ടിയായിട്ട്, അതായത് നമ്മളെ സഹായിക്കാനൊരു സംവിധാനം ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ കൂടെ ആ മാർഗദർശനത്തിലൂടെ നയിക്കാൻ ഒരു പ്രേരണയും ആ ഭക്തനിലൂടെ തന്നെ ഭഗവാനാണ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അപ്പം നിർമ്മല ഭക്തന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത്, ഒരു ഭക്തനുമായിട്ട് സമീപിച്ചാൽ, ഭക്തനുമായിട്ട് സത്സംഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭക്തി ഇല്ലാത്തവർക്കും തനിയെ ഭക്തിയുടെ മാർഗത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട് ആ ഭക്തൻ മാറാൻ സാധിക്കും. അതായത് വെളിച്ചമുള്ളിടത്ത്, അല്ലെങ്കിൽ വെളിച്ചം അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഭക്തൻ പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചാൽ ആ വിളക്ക് കത്തിച്ചത് ഒരു വ്യക്തിയാണെങ്കിലും അതിൻ്റെ പ്രകാശം അത് കാണുന്നവർക്കെല്ലാം ലഭിക്കാനിടവരും എന്നുള്ളതാണ്. വൈദ്യുതീകരണത്തിൻ്റെ ശ്രേഷ്ഠത പോലെ തന്നെയാണ് നിർമ്മല ഭക്തന് അങ്ങനെ ഒരു സേവനം കൂടെ സാധ്യമാണ്. ഭക്തിയുത സേവനം അത്രയ്ക്ക് ശക്തമാണ്. ഭക്തൻ ശിഷ്യന് നൽകുന്ന നിർദ്ദേശങ്ങൾ അതിസരളവുമായിരിക്കും. നിർമ്മല ഭക്തന്റെ കാലടിക്കൽ പിന്തുടർന്ന് ഒരു പ്രയാസവും അനുഭവപ്പെടുന്നില്ല. ബ്രഹ്മാവ്, ശിവൻ, സനൽകുമാരന്മാർ, മനു, കപിലൻ, പ്രഹ്ലാദൻ, ജനകമഹാരാജാവ്, യമരാജൻ, സുഖദേവ ഗോസ്വാമി തുടങ്ങി ഭഗവാന്റെ അംഗീകൃത ശിഷ്യ പരമ്പരയെ പിന്തുടരുന്നവന് തൻ്റെ മുമ്പിൽ മോചനത്തിൻ്റെ കവാടം തുറന്നിരിക്കുന്നതായിട്ട് വളരെ വേഗം ബോധ്യപ്പെടും. നേരെ മറിച്ച് ജ്ഞാനം, യോഗം, കർമ്മം തുടങ്ങിയ ആത്മസാക്ഷാത്കാരത്തിനുള്ള അനിശ്ചിതമായിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തന്മാർ പങ്കിലമായി തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഇത്തരം പങ്കിലമായ വ്യക്തികൾ ആത്മസാക്ഷാത്കാരത്തിൽ അവർ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവരവരെ പോലും മോചിപ്പിക്കാനാകുന്നില്ല. അവരെ പിന്തുടരുന്നവരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ടല്ലോ. ചങ്ങല കിട്ട മൃഗങ്ങളുടെ കൂട്ടാണ് ഇത്തരം ഭക്തിശൂന്യന്മാരെ ഉപമിക്കാറ്. കാരണം ഒരു നിശ്ചിത വിശ്വാസത്തിൻ്റെ ഔപചാരികതയുടെ അധികാരപരിധിക്കപ്പുറം പോകാൻ അവർക്ക് കഴിയില്ല. ഭഗവത്ഗീതയിൽ ഇവരെ വേദവാദന്മാർ എന്ന് അപലപിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണാത്മകമായിരിക്കുന്ന സത്വം, രജസ്, തമസ് എന്നിവയാണ് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതായത് ഗീതയിൽ തന്നെ 2-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം തൊട്ട് 3-5 ശ്ലോകങ്ങളിൽ ഇതേ കാര്യം തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ആത്മസാക്ഷാത്കാരത്തിന് ആത്മജ്ഞാനികളാണ് 4 കൂട്ടർ ഭഗവാൻ ഭക്തി മാർഗത്തിൽ വരുന്നവരെ പറ്റി പറഞ്ഞു. എൻ്റെ ഭക്തരായിട്ടുള്ളവർ ദുഃഖിക്കുന്നവരും
കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവിശ്വസിദ്ധിക്കായിക്കൊണ്ടും ഭജിക്കുന്നവരും തീർത്ഥാടനം നടത്തുന്നവരും ഈ 3 കൂട്ടരും അതിനപ്പുറമാണ് 4ാമത്തെ കൂട്ടർ ആത്മജ്ഞാനികൾ എന്ന് പറയുന്നത്. ഈ ആത്മജ്ഞാന മാർഗത്തിൽ ആത്മബോധത്തോടു കൂടി ആത്മവിചാരം ചെയ്ത് അതനുസരിച്ചുകൊണ്ട് സ്വധർമ്മത്തെ പൂർത്തീകരിച്ച് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഇനി അത് കൂടാതെ ഈ വേദവൈദിക കർമ്മങ്ങളിൽ കുടുങ്ങിയിട്ട് അതാണ് ശ്രേഷ്ഠം എന്ന് കരുതി ഈ ആത്മജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാരോ ഭഗവാന്റെ മാർഗദർശനം പോലും ശരിക്കും പഠിക്കാത്ത, ഇപ്പോൾ പലരും വേദങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തെ ഫലേച്ഛയോടുകൂടി ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. അതിൽ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവരുണ്ട്. വേദമൊക്കെ പഠിച്ചിട്ടും ഇല്ലേ മറ്റ് അവനവൻ ആവശ്യമുള്ളതൊക്കെ പഠിച്ചിട്ടും ഗീതാശാസ്ത്രം പോലെയുള്ളതൊന്നും പഠിക്കാതിരുന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ കർമ്മങ്ങളിൽ നിന്ന് അതിക്രമിക്കാൻ സാധിക്കാതിരിക്കും. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ലഭിക്കാതെ വരുമ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ എത്രയൊക്കെ പ്രയത്നിക്കുന്നവരാണെങ്കിലും ഈശ്വരബോധത്തോടു കൂടി ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അവിടെ 3 തലത്തിൽപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ കർമ്മബന്ധനത്തിൽ വീണ്ടും പെടാൻ ഇടവരുന്നതാണ് പറയുന്നത്. അവർക്ക് ആധ്യാത്മികമായിട്ട് അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം യഥാർത്ഥ ആത്മബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നവരെങ്കിൽ ആദ്യമൊക്കെ കുറേ കാലമൊക്കെ നമ്മൾ ഫലേച്ഛയോടു കൂടി ചെയ്താലും വേണ്ടില്ല, അതിൽ നിന്ന് അതിനെ അതിക്രമിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ കർമ്മബന്ധനത്തിൽപ്പെടാൻ ഇടവരുന്നത്. ഇത് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ ഇന്നത്തെ കാലത്ത് പോലും യഥാർത്ഥ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അനന്യഭക്തരായിട്ടിരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വേദവൈദ്യ മാർഗങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ കൂടി ആ ബന്ധനത്തിലൊക്കെ പെടുത്തി ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള കർമ്മണന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന് എത്രയൊക്കെ പ്രയത്നിച്ചാലും ഉതകില്ല. കാലക്രമത്തിൽ ചിലപ്പോൾ 1-2 ജന്മം കൊണ്ടൊക്കെ അവർക്ക് കാര്യം മനസ്സിലായി ഈ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. പക്ഷേ തൽക്കാലം അവർക്ക് ഈ ഭഗവത് ധാമത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് പറയുന്നു. എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.